ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ സ്റ്റോക്ക് സ്കാൽപ്പിങ്ങിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. 10 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് സ്കാൽപ്പിംഗ് കൂട്ടി കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടാൽ മതി. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓപ്ഷൻ സ്കാൽപ്പിങ്ങിനാണ്, അതായത് സ്റ്റോക്ക് ഓപ്ഷൻ സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയറിൽ വന്നിരിക്കുന്ന സ്റ്റോക്സിൽ ഏതൊക്കെയാണ് നോക്കാം. ഇപ്പോൾ ബുള്ളി സെക്ഷനിൽ 3 സ്റ്റോക്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് അദാനി ഗ്രീൻ ആണ്. അപ്പോൾ അദാനി ഗ്രീൻ ഓയിൽ ഷിഫ്റ്റിംഗ് വന്നിരുന്നത് കോൾ ഓപ്ഷനിലാണ്. 1000 നിന്ന് 1040ലേക്കാണ് ഷിഫ്റ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1040 സിയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള ലെവൽസ് നമ്മുടെ ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ സെൻട്രൽ ലൈൻ, അതായത് ഏറ്റവും കൂടുതൽ വോളി നടന്ന ഏരിയ, ഇതേപോലെ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. ആ ഒരു ബ്ലോക്ക് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വോളി നടന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. പെല്ലാണ്. അപ്പോൾ പെല്ല് 1200 നിന്ന് 1300ലേക്കാണ് ഓയിൽ ഷിഫ്റ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ പെല്ലിൻ്റെ 1300 ചാർട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അദാനി ഗ്രീനും പെല്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെ ലെവലിൽ മാർക്ക് ചെയ്യാം. ഇനി ഏറ്റവും കൂടുതൽ വോളി നടന്ന ഏരിയ, ആ ഒരു ബ്ലോക്ക് ഇതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബൈയിലേക്ക് പോകും. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. 2500 നിന്ന് 2520ലേക്കാണ് ഷിഫ്റ്റിംഗ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ആ ഒരു സ്റ്റോക്സ് കൂടി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അദാനി ഗ്രീൻ 1040 സി, അത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. 2500 നിന്ന് 2520ലേക്കാണ് ഹയസ്റ്റ് ഓയിൽ ഷിഫ്റ്റിംഗ് വന്നിരിക്കുന്നത് കോൾ ഓപ്ഷനിൽ. അത് നമുക്ക് അത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2520 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബുള്ളി സെക്ഷനിൽ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്ക് ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെ ലെവൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ വോളി നടന്നിട്ടുള്ള ഏരിയ ഇതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ബെയറിഷ് സെക്ഷനിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ നോക്കാം. അപ്പോൾ ACC ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ACC പുട്ട് ഓപ്ഷൻ 2000 നിന്ന് 1980ലേക്ക് താഴേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ACCയുടെ 1980 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ഈ ചാർട്ടിലും ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഏറ്റവും കൂടുതൽ വോളി നടന്ന ഒരു ഏരിയ, ആ ഒരു ബ്ലോക്ക് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ 4 സ്റ്റോക്സുകളുടെ സ്ട്രൈക്കാണ് കിട്ടിയിട്ടുള്ളത്. ബുള്ളി സെക്ഷനിൽ 3ഉം ബെയർ സെക്ഷനിൽ 1ഉം. ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. നമ്മൾ ആദ്യം കിട്ടിയിരുന്ന സ്റ്റോക്സ് പെല്ലായിരുന്നു. പെല്ല് 1300 കോൾ ഓപ്ഷൻ നമുക്ക് കിട്ടിയിരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ 3980 39 ലെവലായിരുന്നു. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ നല്ല രീതിയിൽ അപ്സൈഡ് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിട്ട് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ നമുക്ക് പെല്ലിൽ നമുക്ക് ആ ഒരു എൻട്രി മിസ്സാവാണ് ചെയ്തിരുന്നത്. നല്ലൊരു പെർഫോമൻസ് ഇന്ന് പെല്ലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്സ് നമ്മൾ അദാനി ഗ്രീൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അദാനി ഗ്രീന് 9.15 ക്യാൻഡിൽ ഇതായിരുന്നു. അതിന് 9.20 ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടുന്ന് ബൈ ആണ് കേട്ടോ. അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ മാർക്കറ്റ് ഉണ്ടോ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസത്തെ ഹൈ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ആ ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സാക്റ്റ് നമ്മുടെ ആ ലെവൽസ് 33.25 32.50 ആ നമ്മുടെ സപ്പോർട്ട് ലെവൽ, ആ ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് കയറിയതായിട്ട് കാണാം കേട്ടോ. ഇവിടെയും ടച്ച് ചെയ്ത് വീണ്ടും കയറി. അപ്പോൾ ആ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഒരു 4.50 പോയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോട്ട് സൈസ് വരുന്നത് 600 ആണ്. പിന്നെ അടുത്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്ക് നോക്കുമ്പോൾ താഴേക്കാണ് വന്നിട്ടുള്ളത് കണ്ടോ. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലാണ് താഴേക്ക് ബ്രേക്ക് ചെയ്തത്. നമ്മുടെ ലെവൽസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാവുന്നതാണ് കണ്ടോ. 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം. അതല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് വേണം ഈ ഒരു ക്യാൻഡിൽ വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ് കണ്ടോ. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിന് നല്ല രീതിയിൽ നമുക്ക് മാർജിൻ ആവശ്യമാണ്.
അപ്പോൾ ഓപ്ഷണൽ സെല്ലിങ്ങിന് ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ഈ ലെവൽസിന് താഴെ വരുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. കണ്ടോ, അത് ഏകദേശം 4.75 പോയിൻറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോട്ട് സൈസ് വരുന്നത് 300 അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി വീണ്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല, കാരണം ആ ഒരു ലെവൽ ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ നാലാമത്തെ സ്റ്റോക്സ് സെലക്ട് ചെയ്തത് ACC ആണ്. അപ്പോൾ ACC കണ്ടോ, നമുക്ക് ഇവിടെ ആയിരുന്നു ആ ലെവൽസ് മാർക്ക് ചെയ്തിരുന്നത്, അതായത് 38.90, 38.50. അതിനുശേഷം മാർക്കറ്റ് കയറി വന്നു. കണ്ടോ, നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. കണ്ടോ, നമുക്കിവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് കൺഫർമേഷൻ വരാം. അതല്ലെങ്കിൽ ഇതേപോലെ സ്പൈക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് തന്നെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ഉണ്ട് ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അവിടെ നിന്ന് നല്ല രീതിയിൽ അപ്സൈഡ് പോയിൻ്റായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 5.75 പോയിൻറ്റോളം അപ്സൈഡ് പോയി. അപ്പോൾ ഇത് ലോട്ട് സൈസ് വരുന്നത് 300 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രാറ്റജി സ്റ്റോക്ക് ഓപ്ഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൽ നമ്മൾ നിഫ്റ്റി 25-200 കോൾ ഓപ്ഷൻ്റെയും 25-100 കോൾ ഓപ്ഷൻ്റെയും ലെവൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ടെക്നിക്കൽ വ്യൂ ആണ് കൊടുത്തിരുന്നത്. 25-100 കോൾ ഓപ്ഷൻ നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ 112.25 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയ 175, 185 ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സപ്പോർട്ടായിട്ട് വരുന്നത് 97.50 നമുക്ക് ആ ചാർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തിരുന്നത് ഏകദേശം 10:30 കൊടുത്തിരുന്നത്. അപ്പോൾ ഇതാണ് ചാർട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ 10:30 ക്യാൻഡിൽ നമ്മുടെ 112.25 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് വ്യൂ ആണ്. നമ്മൾ സപ്പോർട്ടായിട്ട് പറയുന്നത് 97.50 ഓക്കെ, ആ സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നില്ല. അവിടെ തന്നെ നല്ല രീതിയിൽ അപ്സൈഡ് പോയി എക്സാക്റ്റ് ഉണ്ടോ 175 ലെവൽ 185 ലെവൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് ആ റെസിസ്റ്റൻസ് ഉള്ള കാരണം തന്നെ മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തിരുന്നത്. അതേപോലെ നമ്മൾ പിന്നെ കൊടുത്തിരുന്നത് 25-200 കോളാണ്. 5 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ 83.10 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 115, 125 ലെവലിൽ പോകുന്നതാണ് പറഞ്ഞിരുന്നത്. 73.50 നമ്മൾ ആ ഒരു സപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്നത്. നമുക്ക് ആ ഒരു ചാർട്ട് കൂടി നോക്കാം. ഓക്കെ, കണ്ടോ, ഇതും ആ ഒരു 83.10 ഇത് ഔട്ട് ഓഫ് ദ മണി കോളായിരുന്നു. അപ്പോൾ അത് 83.10 മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഉണ്ടോ എക്സാക്റ്റ് നമ്മുടെ 115 ലെവൽസിൽ ടച്ച് ചെയ്തു. ഓക്കെ, 125 വരെ പോയില്ല, 115 മുതൽ അത് ഹൈ വന്നിരിക്കുന്നത് ഏകദേശം 123, 124, 20 കണ്ടോ, ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് വരാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ നിഫ്റ്റി ടെക്നിക്കൽ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.